ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കേട്ടോ. ഞാൻ വെക്കേഷന് പോയപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ കുട്ടികളായിട്ട് പോയതാണ്. ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. ഇതൊരു ബാലിദ്വീപ് ഒരു എക്സിബിഷൻ ആയിരുന്നു ഞങ്ങളുടെ കൊച്ചിയിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് ഒരു കൊച്ചു വീഡിയോ ഉണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ എപ്പോഴും നമുക്കൊരു മെമ്മറീസ് അല്ലേ. കുട്ടികളാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തു. എക്സിബിഷനിലെ അക്വേറിയം കണ്ടപ്പോൾ ഇവിടെ ദുബായ് മോളുള്ള അക്വേറിയത്തിൻ്റെ ചില സിമിലാരിറ്റി ഒക്കെ എനിക്ക് തോന്നിട്ടോ. The rainbow ayatale. You can call it rainbow fish. ഇത് കുട്ടികൾക്കൊരു ഗെയിമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റ് അവർ അനുവദിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ മോള് കുറച്ച് സമയം എൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവൾക്ക്. പക്ഷെ അവർ പറഞ്ഞു 3 മിനിറ്റ് കൂടുതലായാലും പ്രശ്നമൊന്നും ഇല്ല എന്ന്. എല്ലാത്തിനും ഇതേപോലത്തുള്ള ഗെയിമൊക്കെ കളിക്കുന്നതിന് പേയ്മെന്റ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന. റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്സിബിഷനിൽ ഒത്തിരി ബെഡ്ഷീറ്റുകൾ, ഡ്രസ്സിൻ്റെ അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ലേഡീസിൻ്റെ അക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. കോസ്മെറ്റിക് സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റീസ് കുറവായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ അവർക്കുള്ള സാധനമാണെങ്കിലും കുട്ടികൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. ഇല്ലാത്തതാണ് അവർക്ക് ഉപകാരമാണെങ്കിൽ മാത്രമേ ഞാനത് ചൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പല സാധനങ്ങൾ വീടെത്തുമ്പോഴേക്കും അതുണ്ടാവില്ല. അത്യാവശ്യം ചെറിയൊരു ഷോപ്പിംഗ് ഞാനും നടത്തി. അതുപോലെ തന്നെ ചില ഫേക്ക് പ്രോഡക്ട്സ് നമ്മൾ ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും വാങ്ങി തല തേക്കല്ലേ കേട്ടോ. എല്ലാ എക്സിബിഷൻ കഴിയണ സമയത്തും പതിവ് പോലെ തന്നെ നമുക്ക് റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഞങ്ങൾ ചെറിയ ഐസ്ക്രീമും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ എക്സിറ്റ് ആവുന്ന സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കൊച്ചിക്കുണറിൽ നമുക്ക് വീണ്ടും കാണാം.